ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് സുഖമില്ലായിരുന്നു കേട്ടോ. അത് കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. നമ്മൾ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട് വൃത്തിയാക്കാനോ നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യാനോ ഒന്നും ഒരു മനസ്സും ഉണ്ടായിരിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ ആഹാരം വെച്ച് നമുക്ക് കഴിക്കാം. ചിലപ്പോൾ കഴിക്കാനും മടിയായിരിക്കും, ഉണ്ടാക്കാനും മടിയായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നമ്മൾ വെക്കാറാണ് പതിവ്, സുഖമില്ലാത്ത അവസരങ്ങളിൽ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്ക് സുഖമില്ലാതിരുന്നപ്പം അതിൻ്റെ പേരും പറഞ്ഞ് മോനെ വിളിച്ച് അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. അവൻ പറഞ്ഞ് എനിക്ക് അരിയാനൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞ്, എന്നിട്ടും പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തു എങ്ങനെ അരിയണ്ടേന്ന്. അങ്ങനെ കുറച്ച് സ്ലോ ആണെങ്കിലും അത് ചെയ്യുന്നത് പെർഫെക്റ്റായിട്ടൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നു. പനീർ വാങ്ങിച്ചിരുന്നു, അപ്പോൾ അത് കറി വെച്ചു. കുറച്ച് പുലാവും ഉണ്ടാക്കിയതാണ്. എല്ലാം വൃത്തികേടായിട്ടൊക്കെ കിടക്കുകയാണ് അടുക്കള. ഈ വൃത്തിയുടെ കാര്യത്തിൽ നല്ല വൃത്തിബോധമുള്ള മകനാണ് എൻ്റേത്, പക്ഷേ അത് ചെയ്യാറില്ല. എന്തെങ്കിലും വൃത്തിയാക്കാനുണ്ടെങ്കിൽ അത് എക്ദം പെർഫെക്റ്റായിട്ടേ ചെയ്യാറുള്ളൂ കേട്ടോ. റൂമിനകം ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞാൽ മൊത്തം തൂത്തുവാരി ബെഡ്ഷീറ്റെല്ലാം നല്ലപോലെ മടക്കി വെച്ച് ബെഡെല്ലാം നീറ്റായിട്ട് വയ്ക്കും. പക്ഷേ അത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ചെയ്യത്തുള്ളൂ, സ്വയം അത് ചെയ്യത്തില്ല. ഇപ്പോൾ രാവിലെ എണീറ്റാൽ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കി വയ്ക്കുമോ അല്ലെങ്കിൽ തലാണി ഒന്ന് നേരെ എടുത്ത് വയ്ക്കുമോ, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മൾ പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യണം, എന്നാൽ ചെയ്യുന്നത് പെർഫെക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു മകനാണ് എൻ്റേത്. ഇതിപ്പം എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയായിരുന്നു. അപ്പം നാട്ടിൽ പോയിട്ട് വന്നപ്പം കുറച്ച് സാധനം കൊണ്ടുവന്നത്. അതല്ല കേട്ടോ, ഇത് ഇവിടുന്ന് വാങ്ങിയ പുരൺപോളിയാണേ. അപ്പം വൈകുന്നേരം ആയപ്പം അന്നത്തെ ദിവസത്തെ ഈ വീഡിയോ കാണിക്കുന്നത്. വൈകുന്നേരം ഒന്നും വെക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു, അത് കാരണം ഇത് വാങ്ങിച്ച് കഴിച്ചതാണ്. ഇത് പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന അലുവയും മിച്ചറുമൊക്കെ കൂടെ ഒന്ന് ഒരു ചൂട് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുകയാണ്. കട്ടൻ കാപ്പിയല്ല, നമ്മുടെ മസാല ടീ ഉണ്ടല്ലോ, അതാണ് ഇട്ടത്. പിന്നെ ഇതൊരു കപ്പ, അത് നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു കപ്പയെ വാങ്ങിച്ചുള്ളൂ. അമ്മാവന് അത്ര ഇഷ്ടമൊന്നും അല്ല ഇത് കഴിക്കുന്നത്, കാരണം ഞങ്ങൾക്ക് രണ്ടിനും വേണ്ടി മാത്രം. നാട്ടിൽ നിന്ന് കുറച്ച് കാന്താരിമുളകൊക്കെ കൊണ്ടുവന്നു, അപ്പം അതിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഒരു കപ്പ വാങ്ങി പുഴുങ്ങിയത്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. നമുക്കിവിടെ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ കിട്ടും കേട്ടോ. കണ്ടോ, എൻ്റെ അടുക്കള മൊത്തം കുളമായി കിടക്കുകയാണ്. ഒന്നും ചെയ്യാനുള്ള ഒരു ഇതില്ല. അത് കാരണം അങ്ങനെ ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാറുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് അങ്ങ് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഭയങ്കര ദേഷ്യമായിരിക്കും ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ വൈകിട്ട് ഒരു കപ്പയും പുഴുങ്ങി ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു. സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.